ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉണക്ക നെത്തോലി അല്ലെങ്കിൽ ഉണക്ക കൊഴുവ എങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. ഇത് കഞ്ഞിക്കും ചോറിനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇത് അതേപോലെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റിൽ. അത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാം കേട്ടോ. ഇനി ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിനധികം ഉപ്പൊന്നുമില്ല ഉണക്കമീൻ്റെ പോലെ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിങ്ങനെ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും അതുപോലെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർക്കുക കേട്ടോ. ഞാൻ ഇവിടെ സ്പൈസ് അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ 1-2 പച്ചമുളകും ചേർക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക ഈ ഉള്ളിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതായത് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറണമല്ലോ. അത് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീനിലും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളം ഫുള്ളായിട്ടൊന്നും വറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഇതപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് നീളത്തിലരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഈ സവാളയും കറിവേപ്പിലയൊക്കെ അതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്നോടെ ഒന്ന് വഴണ്ട് വരണം. അതുപോലെ മീനും ഒന്നോടെ ഒന്ന് ഫ്രൈ ആവണം. അപ്പോൾ നമുക്ക് വാങ്ങാം. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ സൂപ്പറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഈസിലി സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.